ഹായ് എവരിവൺ, വെൽക്കം ടു XNY USS. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ പ്രതിഭാധനർ ആരൊക്കെയാണ് എന്ന് പറയാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ആരൊക്കെയാണ് പ്രതിഭാധനര്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ, എങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ആർക്കെങ്കിലും അറിയുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആരാണ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് നോക്കാം. അതിനു മുമ്പ് ജസ്റ്റ് നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റിനെ കുറിച്ച് പറയാണ്. നമ്മൾ XNY USS കമ്മ്യൂണിറ്റി ഉണ്ട്. എല്ലാവർക്കും ഫ്രീ കോച്ചിങ് ആണ് നമ്മൾ ഈ ഒരു ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന മെൻറ്റികൾ, അതേപോലെ തന്നെ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ യൂട്യൂബ് ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നെങ്കിലും, പക്ഷെ നമുക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിലാണ് നമ്മൾ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യുക, നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. അതിൽ ടൈംലി അപ്ഡേറ്റ്സ് ഉണ്ടാവും, ഡെയിലി ക്യൂസസ് ഉണ്ടാവും. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ എല്ലാ വീക്ക് ഡേയ്സ് അല്ലെങ്കിൽ വീക്കെൻഡ്സിലും, നമ്മൾ എല്ലാ സൺഡേസിലും ഇനി മുതൽ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്തുക. നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവർക്കും USS നല്ല രീതിക്ക് എന്ത് ചെയ്യണം, ക്രാക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന ആരൊക്കെയാണ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് നോക്കാം. ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ നോക്കണം അല്ലേ. എങ്ങനെയാണ് നമുക്ക് USS കിട്ടുക, അല്ലെങ്കിൽ USS സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് എത്ര മാർക്ക് വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മൾ USS നടക്കുന്നത് എത്ര മാർക്കിലാണ്. ടോട്ടൽ നമ്മൾ USS നടക്കുന്നത് 90 മാർക്കിനാണ് അല്ലേ. 90 മാർക്കിനാണ് നമ്മൾ USS നടക്കുന്നത്. ആ 90 മാർക്കിൽ നമുക്ക് അതിൻ്റെ 70% മാർക്ക് എന്ത് വേണം, നമുക്ക് USS കിട്ടണമെങ്കിൽ വേണം. അതായത് നമുക്ക് 63 മാർക്സ് ആണ് നമുക്ക് USS കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് USSന് നമുക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 63 മാർക്ക് കിട്ടിയാൽ നമുക്ക് USS കിട്ടി. പക്ഷേ അതിൽ കൂടുതലായിട്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ ഓരോ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും കുറച്ച് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ കുറച്ച് പ്രതിഭാധനരെ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. അവരെയാണ് നമ്മൾ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് വിളിക്കുക. അതിനുള്ള ക്രൈറ്റീരിയ എന്താ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ പ്രതിഭാധനർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ എടുക്കുന്ന അല്ലെങ്കിൽ അവരെ സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയ എന്താ നോക്കാം. പ്രതിഭാധനരായുള്ള വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സ്ക്രീനിങ് ടെസ്റ്റിന് രീതിക്ക് പകരം USS പരീക്ഷയിൽ ലഭിക്കുന്ന സ്കോർ അനുസരിച്ച് ഇതിലേക്കുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതാണ്. അതായത് സ്ക്രീനിങ് ടെസ്റ്റ് ഒന്നുമില്ല, നമ്മൾ USSന് മാർക്ക് വെച്ചിട്ട് തന്നെ അവരെ സെലക്ട് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ സംവരണ തത്വങ്ങൾ പാലിക്കുന്നതാണ്. അതായത് ഓരോ കാറ്റഗറിയിൽ നിന്നും ഓരോരുത്തരും വേണം. അങ്ങനെ റിസർവേഷൻ കാറ്റഗറി വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിലും തന്നെ ഓരോ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും ഏറ്റവും കൂടുതൽ സ്കോർ നേടിയ 40 കുട്ടികളെയാണ് സെലക്ട് ചെയ്യുക. അതായത് ഓരോ വിദ്യാഭ്യാസ ജില്ല, അതായത് നിങ്ങൾ ഏതൊക്കെ വിദ്യാഭ്യാസ ജില്ലയിലാണ്, ആ വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള 40 സ്റ്റുഡൻസിനെയാണ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ടാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ജനറൽ കാറ്റഗറിയിലുള്ള എത്ര പേര് സെലക്ട് ചെയ്യും, 30 പേര്. അതായത് ടോപ്പ് 30 സ്റ്റുഡൻസ് എന്താണ്, ക്വാളിഫൈഡ് ആണ്, ദേ ആർ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്. അവരെന്താണ്, ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ആണ്. ഇനി OBC വിഭാഗത്തിൽ നിന്ന് എന്ത് ചെയ്യും, അതിന് താഴെ വരുന്ന OBC വിഭാഗത്തിലുള്ള 2 ആൾക്കാർ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. 30-ന് ശേഷമാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ OEC വിഭാഗത്തിൽ പെടുന്ന 30-ന് ശേഷം വരുന്ന 2 പേര് എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. ഇനി SC വിഭാഗത്തിൽ പെടുന്ന 2 പേര് സെലക്ട് ചെയ്യും. ST വിഭാഗത്തിൽ പെടുന്ന 2 പേര് സെലക്ട് ചെയ്യും. ഇനി CWSN വിഭാഗം, CWSN അതായത് നമ്മളെ കാഴ്ചപരിമിതി അങ്ങനെയുള്ള ഒരുപാട്, അതായത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ, അവരെന്ത് ചെയ്യും, 2 ആൾക്കാരെ സെലക്ട് ചെയ്യും. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 2 ഇങ്ങനെ 10, ടോട്ടൽ 30 സ്റ്റുഡൻസും കൂടി ചേർന്നിട്ട് 40 സ്റ്റുഡൻസ്, ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് 40 സ്റ്റുഡൻസ് ആണ് നമ്മൾ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. ആ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിൽ വരാനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ശ്രമിക്കേണ്ടത്. നിങ്ങൾ കാറ്റഗറി വൈസും ഇതൊന്നല്ല, നമ്മൾ ഓപ്പൺ വിഭാഗത്തിൽ തന്നെ വരാൻ എന്ത് ചെയ്യണം, നിങ്ങളെല്ലാവരും ശ്രമിക്കണം നല്ല രീതിക്ക്. അതായത് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ല അല്ലേ. അപ്പം നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുന്ന മാത്രമല്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, എല്ലാം ശരിയാണോ എന്നും കൂടി ചെക്ക് ചെയ്യണം. നമുക്ക്
നമുക്ക് 2 ടെസ്റ്റുകളായിട്ടാണ് അല്ലെങ്കിൽ പേപ്പർ 1ഉം പേപ്പർ 2 ആയിട്ടാണ് നടത്തുന്നത്. അതേപോലെ തന്നെ പേപ്പർ 1ഉം നല്ലപോലെ നോക്കുക, പേപ്പർ 2 നല്ലപോലെ നോക്കുക. അതിനുള്ള എല്ലാ വീഡിയോസും എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. നമ്മളെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഇനിയും ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി തുടരുന്ന ദിവസങ്ങളിൽ വരുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് സ്റ്റുഡൻസോ ഇനി ബാക്കിയുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കാം. അതേപോലെ തന്നെ നമ്മൾ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിലേക്ക് എത്ര പേര് എത്തുമെന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. എത്ര പേർക്കാണ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ആവേണ്ടത്, ആർക്കൊക്കെയാണ് ആഗ്രഹമുള്ളത്, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അതേപോലെ തന്നെ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വെച്ച് കാണാം. താങ്ക് യു ഓൾ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ട് കാണാം.